ഹലോ, എന്തുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് മട്ടൻ മന്തി. നല്ല അടിപൊളി മാൻകുട്ടിയെ പോലത്തെ ഒരു ആടിനെ അങ്ങോട്ട് മേടിച്ച് നേരെ മക്സലെ കൊടുത്തു. ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെട്ടി പീസാക്കി എടുത്തു. 17 കിലോ ഉണ്ടായിരുന്നു ടോട്ടൽ. എന്നിട്ട് നേരെ ഇങ്ങ് കൊണ്ടുവന്ന് വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ വെട്ടി ക്ലിയർ ചെയ്തുകൊണ്ട് വന്ന ആട് കഴുകാൻ തുടങ്ങി. നല്ല ഇളം ആടാണ്. ഇറച്ചി 17 കിലോ. പേരിട്ടാ മതി. അതാണ് ആട്. മാൻകുട്ടി അല്ലേ? മാൻകുട്ടി പോലത്തെ ഒരു ആട്ടിൻകുട്ടി. നമ്മളിത് നെയ്യൊക്കെ ചെത്തി കളയുവാണ്, ചുട്ടെടുക്കാനുള്ള കാരണം. ഹലോ, നെയ്യുടെ ആവശ്യമില്ലല്ലോ. കണ്ടാ, നല്ല അടിപൊളി ഇളമാട്. നമുക്കിതിനെ നല്ലപോലെ വരഞ്ഞെടുക്കാം. മസാല പിടിക്കണ്ടല്ലേ? ഇറച്ചി കണ്ടാ നല്ല സൂപ്പർ ഇളം ടേസ്റ്റാണ് സാധനം. നമ്മുടെ മട്ടന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുവാണ്. ആദ്യം മുളക് പൊടി, അടുത്തത് മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നീര്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. നല്ലപോലെ മസാല അങ്ങോട്ട് മിക്സ് ചെയ്ത എണ്ണയും നാരങ്ങാ നീരിലോട്ട് നല്ലപോലെ മിക്സാക്കി അങ്ങോട്ട് എടുക്കുവാണ്. ഇനി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ മട്ടൺ പീസ് ഇങ്ങോട്ട് എടുത്ത് മസാലയിലോട്ട് ഇട്ടോ. വരട്ടെ ഇങ്ങോട്ട് സാധനം. അത് കൊള്ളാം. രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുക. ഇറച്ചിക്ക് വേദന എടുക്കരുത് കേട്ടാ. തേച്ച് പിടിപ്പിക്കേ, ഒന്നും നോക്കണ്ട. എന്ത് തേക്കലാണ് ഭായി ഇത്? ഇറച്ചി ഓടുന്നു, ഇറച്ചിക്ക് വേദന എടുക്കുക. അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറ്റേ. പോരാ. ആ ദേഷ്യം മൊത്തം അങ്ങോട്ട് കാണിക്ക്. ആണോ? ടെറർ. ഒന്ന് തേച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലേ മസാല സെറ്റ്. നമ്മുടെ മസാലയൊക്കെ അതേ അടിപൊളിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡ് ഇത് പിടിച്ചിട്ടില്ല, ഇതിൽ മസാല വന്നിട്ടില്ല. വാരിയല്. ഇനി നമ്മൾ ഇതിനെ ഒരു 2 മണിക്കൂർ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ. ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് നമ്മൾ മട്ടൻ ചുടുന്നത്. അപ്പം വീടുകളിൽ നിന്നും ഓരോരുത്തർ ഓരോ സ്നാക്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ റോള്, ബട്ടർ പുഡിങ്, വീണ്ടും ചിക്കൻ റോള്. നമ്മൾ അടുപ്പിലോട്ട് വെള്ളം വെക്കുകയാണ്. ഈ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മട്ടൻ ഇട്ട് ഒരു 2 മണിക്കൂർ വേവിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ തെളിച്ചിട്ടുണ്ട്. ഇനി നേരെ ഇങ്ങോട്ട് ഓരോരോ പീസായിട്ട് എടുത്തിടുക. യെസ്. ഓരോരോ പീസായിട്ട് ഒന്നുമില്ല. മസാല എല്ലാം വെള്ളത്തിലോട്ട് കലങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോൾ എടുത്ത് രണ്ടാമതൊരു മസാല കൂടെ തേച്ചിട്ടാണ് നമ്മളത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് മസാല അങ്ങോട്ട് വടിച്ച കൈ വെച്ച് അങ്ങോട്ട് വടിച്ചിട്ടോ. ആ ഒരു പീസിനെ ഒന്ന് താത്തി നിൽക്കണമല്ലോ. ആട്ടേക്ക് നമ്മുടെ മട്ടൻ തിളച്ചോണ്ടിരിക്കുന്ന ഇവിടെ. പിന്നെ ദമ്മിടാനുള്ള പരിപാടിയിലാണ്.
ഓക്കെ, ഇനി അടുത്ത് വെച്ചോ. കറക്റ്റ് മുകളിൽ നിന്ന് നോക്കേ, മുകളിൽ നേരെ താഴത്തോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. ബിസ്മില്ലാ. അല്ല പൊക്കിയിട്ട് ആ വെച്ചോ. ഇനി കറക്റ്റ് നടുക്കും നമുക്ക്. ഇനി മാവ് വെച്ചിട്ട് ആ ഹോളുകളൊക്കെ ആവി വരാൻ പാടില്ല. നമ്മുടെ ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് സെറ്റാകും. നമ്മുടെ മട്ടൻ്റെ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തല നമ്മളെടുത്ത് സൂപ്പാക്കി. മട്ടൻ തല സൂപ്പ്. അതിൻ്റെ കൂടെ കാലിൻ്റെ 4 പീസും കൂടി ഇട്ട് തലയും കൂടി ഇട്ട് അയവ നമ്മുടെ സൂപ്പ് സെറ്റ്. ഇനി വിളമ്പ അയവ. സെറ്റ്. സൂപ്പർ ഈസി. ഫഹം വരട്ടെ. എല്ലാരും ഫുൾ ഓണാണ്. വലിയ വെച്ച് വാ. ഏറ്റവും വലിയ ചെറുക്കൻ വാ. നമ്മുടെ ഗ്രില്ലിങ്ങിനുള്ള പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് നേരെ ഫഹം അങ്ങോട്ട് അടുക്കി വെക്കാം. സൈഡ് തൊട്ട് തുടങ്ങണേ, അങ്ങ് അറ്റം, ആ ഒരു ലാസ്റ്റ് അറ്റം മുതൽ. ഫഹം വെച്ച് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ചിരട്ട വെച്ചു. അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് നിന്ന് കത്തിക്കുന്ന സാധനം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദമ്മ് പൊട്ടിക്കാം. എവിടെ കനൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ശരി, അങ്ങനെ നമ്മുടെ മട്ടൺ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതേ വേവൊക്കെ പക്കാണ്. എല്ലിന്നൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ വിട്ടു വരുന്നുണ്ട്. ഗ്രില്ലിലൊക്കെ നമ്മൾ ആദ്യം എണ്ണ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറച്ചി ഈ കമ്പിയിൽ പിടിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്തോട്ട് പുരട്ടി കൊടുക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇതേ കഴിക്കാനായിട്ട് ഇത് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുക. അത് ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഈ തേക്കുന്ന മസാലയുടെ കൂട്ടെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ സൺഫ്ലവർ ഓയിലിൽ വേണം ഈ മസാല നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇച്ചിരി ലൂസായിട്ട് എടുക്കണം. അത് നമ്മൾ സുഖമായിട്ട് ബ്രഷ് വെച്ച് നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മട്ടൻ ഗ്രില്ല് സ്റ്റാർട്ടായി നിരത്തിക്കൊണ്ടിരിക്കുന്നു. മസാലയൊക്കെ തേച്ച് എന്താ കളർ, എന്താ സാധനം നോക്കിയ നല്ലപോലെ വെന്ത് എല്ലിന്നൊക്കെ ഊരി തുടങ്ങി സാധനം. സെറ്റ് വരട്ടെ. വാവ്, കാല് കണ്ട. സെറ്റ് മോനെ, സെറ്റ്. ഊരിപ്പോയി. അത് തന്നെ, അങ്ങനെ കയറ്റി വെച്ചോ. നമ്മുടെ ഇന്നത്തെ മെയിൻ ഷെഫ് എന്ന് പറയുന്ന വസലിക്കാണ്. സുഹൈല്, ക്യാമറമാൻ ഷെഹിൻ. വെയിറ്റിംഗ് ലിസ്റ്റിൽ എത്ര പേരോട് ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. ബാക്കിയുള്ളവരാകത്ത് അത് തന്നെ. ആഹാ, ആണോ? എവിടെ ഒന്നും കൂടെ കാണിക്കാം. ഇപ്പൊ റെഡിയായി. ഇല്ല. മസാല കുറവുള്ളടുത്ത് വീണ്ടും മസാല തേച്ച് സുഹൈൽ അതിനെ ഒന്നും കൂടി മിനുക്കം കൂട്ടുകയാണ്. സെറ്റ് മോനെ, സെറ്റ്. അമ്മാനെ ഒന്ന് മറിച്ചിട്ടേ അമ്മാനെ കാണട്ടെ. അതായിട്ടില്ല. ടൈം കൊടുക്കണം. തിരിച്ചിട്ടോ 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തോ. ക്യാരറ്റ്, ചോറ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ്. വാവ്, എന്താ സാധനം മോനെ ഇത്.
നമ്മള് വിജയം കണ്ടു വസലിക്ക. ഓ അരിയെല്ലൊക്കെ ഊരി വരുന്നു, പറയണ്ട. അയ്യോ ഇനി നമ്മള് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ചോറൊക്കെ റെഡിയാണ്. ഇനി ഇതിലോട്ട് മട്ടന്റെ പീസുകളിങ് വെച്ചോ. ഗ്രില്ല് അല്ലോ. അങ്ങനെ നമ്മുടെ മട്ടൻ ഗ്രില്ല് വിത്ത് മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. അയ്യോ എല്ലാരും അടിച്ചോ അടിച്ചോ. മുസലിക്കാണ് ഗോൾ അടിച്ചത്. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് സാധനം? സെറ്റാണോ? വാവ്. സെറ്റാണോ? അയ്യോ ഊരി ഊരിയും എടുക്ക്. ഓ മൈ ഗോഡ്. ചോറുണ്ടാവും ഇവിടെ. എങ്ങനെയുണ്ട്? അടിപൊളി. ഭയങ്കര ടേസ്റ്റ്. അയ്യോ അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മുടെ ഐറ്റം റെഡി. വാവ്. രണ്ടാം സാധനം ഇറച്ചി വേറെ. എന്താ ചൂട് സാധനം. ഓക്കെ എന്താ സാധനം? അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. വേവെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ ബട്ടറിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് അലിഞ്ഞു വരത്തില്ല, അതുപോലെ ഇരിക്കണ ഇറച്ചി. അയ്യോ മട്ടന്റെ മീറ്റ് വിത്ത് ഷമാം. ഷമാം എങ്ങനെയുണ്ട്? കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? സ്പൈസി വിത്ത് സ്വീറ്റ് അല്ലേ? സ്വീറ്റ് ആൻഡ് സ്പൈസി. സ്വീറ്റ് സ്പൈസി. മട്ടന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഇതേ നമ്മളങ്ങനെ ഒരു കേക്ക് മുറിച്ച് ഫിനിഷ് ചെയ്യുവാണ്. ആണോ? ഇത് കട്ട് ചെയ്തോ.